Stay tuned to Kids Corner and set free from all tensions and worries. ഈ ഞായറാഴ്ച നീ എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് രാവിലെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. ഓ, ഞാനിന്ന് പോയില്ല. ഇന്ന് കുർബാനക്ക് തന്നെ ഒരു മൂടും ഉണ്ടായില്ല. ഞായറാഴ്ച കുർബാന മുടക്കണ പാപമല്ലേ? ഓ, നിയമങ്ങൾ പറഞ്ഞല്ലേ പാപം ചെയ്യണേ. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിയമങ്ങൾ. നമ്മൾ പലതരം നിയമങ്ങൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ, സഭയുടെ നിയമങ്ങൾ, നാടിൻ്റെ നിയമങ്ങൾ, അങ്ങനെ ഒത്തിരി നിയമങ്ങളുണ്ടല്ലേ നമുക്ക്. ഇതൊക്കെ എന്തിനാണ് അറിയോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കതങ്ങ് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വചനവും സുഖിച്ചപ്പോൾ പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഓക്കെ, ഇനി സുഹൃജപം. കൽപ്പനകൾ തന്ന ദൈവമേ അങ്ങേക്ക് നന്ദി. കൽപ്പനകൾ തന്ന ദൈവമേ അങ്ങേക്ക് നന്ദി. ആൻറ്റി, എന്തിനാണ് ഈ നിയമങ്ങൾ? നിങ്ങളെല്ലാവരും ഗെയിം കളിച്ചിട്ടുള്ളവരല്ലേ? കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ അതിനകത്ത് കുറേ നിർദ്ദേശങ്ങൾ കാണുമല്ലോ. ഒരു ഗെയിം നമ്മൾ കളിക്കുന്ന സമയത്ത് ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ്, പ്രസ് എൻ്റർ കീ അല്ലേ? അങ്ങനെ ഓരോരോ നിർദ്ദേശങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തിലെത്താൻ പറ്റത്തുള്ളൂ? ഗെയിം സക്സസ്ഫുള്ളായിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ ശരിക്കും നിയമങ്ങൾ. നമ്മൾ ശരിയായ വഴിയിലൂടെ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ചില സൈൻ ബോർഡ്സാണ് ശരിക്കും പറഞ്ഞാൽ നിയമങ്ങൾ. നല്ല രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ചില സമയത്ത് നമ്മൾ ചിലപ്പം ചില വഴികളിലൂടെയൊക്കെ പോവായിരിക്കും, പക്ഷേ ശരിയായ വഴികൾ വേണ്ടേ? അപ്പം ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേർന്നാൽ മതിയോ? ചിലപ്പോൾ നമ്മളൊക്കെ കേൾക്കാറുണ്ട്, മാർഗം ഏതായാലും ലക്ഷ്യം നന്നായാൽ മതിയെന്ന്. പക്ഷേ ശരിയായ മാർഗത്തിലൂടെ പോയെങ്കിൽ നമ്മൾ ശരിയായ ലക്ഷ്യത്തിൽ അതിൻ്റെ എല്ലാ എസൻസോടും കൂടി നമ്മൾ എത്തിച്ചേരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ജീവിതത്തിൽ നന്മ കൈവരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന മാർഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നിയമങ്ങൾ. ശരിക്കും നമ്മളുടെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത് എവിടെ എത്തിച്ചേരാനുള്ളതാണ്? സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ളതാണ്. അപ്പം സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന വലിയ മാർഗങ്ങളാണ്, അല്ലെ വലിയ വഴികളാണ് ശരിക്കും പറഞ്ഞാൽ നിയമങ്ങൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലല്ലേ? ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഈ നിയമം വരുന്നത് കൊണ്ട് 2-3 കാര്യങ്ങളാണ് ശരിക്കും. ഒന്ന്, നല്ലൊരു ക്രമം വരും. നമ്മളുടെ ലൈഫിനൊരു ഓർഡർ വരുത്തുന്ന നിയമമാണ് ശരിക്കും. നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം എന്താ? നമ്മളുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ സമൂഹത്തിലെ മറ്റാരെയും നമ്മൾ നോക്കാതെ പോകും. ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നു, നമ്മളൊക്കെ എന്തോ ട്രാഫിക് സിഗ്നൽസ് പാലിച്ചിട്ടാണ് എല്ലാവരും പോകണമെന്ന് നമുക്ക് നിയമമുണ്ട് അല്ലേ? സിഗ്നൽസ് പാലിക്കാതെ നീ പോടാ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ഒരാൾ പോയി കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒത്തിരി റോഡിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഓർഡർ ഉണ്ടാവും. അത് സമൂഹത്തിനും, ഇപ്പോൾ എൻ്റെ കുടുംബത്തിലാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും എനിക്കും ഒക്കെ ആ ഒരു ഓർഡർ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം നിയമങ്ങൾ കൊണ്ട് കിട്ടുന്ന. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ, ഇപ്പം നമുക്കിഷ്ടമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി അത് ചെയ്യും അല്ലേ? ഇഷ്ടത്തോടു കൂടി അത് ചെയ്യും. ഇനി ഇപ്പം നമ്മളോട് ക്ലാസ്സിൽ ടീച്ചർ പറയുക, നിങ്ങൾ പെട്ടെന്ന് ഹോംവർക്ക് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി തരാം. അല്ലെ അമ്മ പറയുക, ഇന്ന് ഇന്ന കാര്യം വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സാധനം വാങ്ങിച്ചു തരാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. പിന്നെ എത്ര വില കൊടുത്ത് നമ്മളത് ചെയ്യും. പിന്നെ അത് റൂളാണെന്ന് നമുക്ക് നോട്ടമില്ല. അത് ചെയ്യേണ്ട എഫേർട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ ഹാർഡ് വർക്കിനെ പറ്റിയോ ഒന്നും നമ്മൾ ചിന്തയില്ല. വളരെ സന്തോഷത്തോടു കൂടി നമ്മളത് ചെയ്തു തീർക്കും അല്ലേ? അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് നിയമത്തിൻ്റേതായിട്ടുള്ളൊരു ഭാരമില്ലാതെ അല്ലേ, ഒരു ബേർഡൻ ഇല്ലാതെ നമ്മളതിനെ സ്വീകരിക്കും. അപ്പം ക്രമം കിട്ടും, പിന്നെ സ്നേഹത്തിൽ നിന്ന്, പിന്നെ നമ്മൾ ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരും. ശരിയായ വഴികളിലൂടെ നമ്മൾ ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരും.
നിയമമുണ്ടെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരുമായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ വളരെ പരുക്കുകളോടുകൂടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. പക്ഷേ വളരെ പരുക്കൊന്നുമില്ലാതെ സുഗമമായിട്ട് വളരെ ഈസി ആയിട്ട് നിയമം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളത് ചെയ്യുന്നതിനെ നമ്മൾ സ്വാതന്ത്ര്യമൊന്നോ അല്ല നമ്മളെ നിയമം മൂലം നമ്മളുടെ സ്വാതന്ത്ര്യം മുഴുവൻ നശിപ്പിക്കുവാണെന്നൊരു ചിന്ത നമുക്ക് വേണ്ട. നമ്മളുടെ വഴികൾ കൂടുതൽ സുഗമമാക്കാൻ നമ്മളെ മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കും. അവരുടെയും വഴികൾ സുഗമമാവണം. അങ്ങനെ നമ്മൾ ഒരുമിച്ച് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരായതുകൊണ്ട് നമുക്ക് നിയമങ്ങൾ നമുക്കുണ്ടായേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും വളരെ ക്രമരഹിതമായി ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ, നമ്മളറിയാം വീട്ടിൽ നമ്മൾ അടുക്കും ചിട്ടയില്ലാതെ നമ്മളൊരു റൂം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ? വളരെ വൃത്തികേടായിട്ടിരിക്കും. അപ്പം അടുക്കും ചിട്ടയായിട്ട് വെച്ചാലോ വളരെ നീറ്റായിട്ടിരിക്കും. ആരെപ്പോൾ വന്നാലും കൊള്ളാം, നല്ല നീറ്റ്നെസ് ഉണ്ട്, നന്നായിരിക്കുന്നു നമുക്ക് പറയാം. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ ശരിയായ ക്രമത്തിന് വേണ്ടിയും നമ്മൾ ശരിയായ വഴികളിലൂടെ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയും, പിന്നെ സ്നേഹത്തിൻ്റെ ഒരു എലമെൻറ്റ്, സ്നേഹത്തോടു കൂടി ചെയ്യുമ്പം നിയമത്തിന് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമെല്ലാം മാറിക്കിട്ടും. ഈ വിശുദ്ധർ നിയമങ്ങൾ പാലിച്ചിരുന്നു? തീർച്ചയായിട്ടും വിശുദ്ധരെല്ലാവരും നിയമങ്ങൾ പാലിച്ചു പോയവരാണ്. കാരണം അവർക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു അവർ ഈ നിയമങ്ങളൊക്കെ പാലിച്ചിരുന്നത്, അധികാരികളെ അനുസരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തോടെ ചെയ്തതുകൊണ്ട് അവർക്ക് ഈ നിയമങ്ങളൊന്നും വലിയ ബേർഡൻ അല്ലായിരുന്നു, ഭാരമല്ലായിരുന്നു. വിശുദ്ധ ജോൺ പോൾ സെക്കൻഡിൻ്റെ കാര്യം എടുത്താലും, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കാര്യം എടുത്താലും, വിശുദ്ധ അൽഫോൻസാമയുടെ കാര്യം എടുത്താലും, അങ്ങനെ എല്ലാ വിശുദ്ധരും അവർ അനുസരിക്കുന്നതിലും നിയമങ്ങൾ പാലിക്കുന്നതിലും ഒക്കെ വളരെ മിടുക്കരായിരുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ലിറ്റിൽ വേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ലിറ്റിൽ വേ പറഞ്ഞിരുന്ന കാര്യം ഇതാണ്, അതായത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമല്ല, ഈശോയുടെ സ്നേഹത്തെ പ്രതി എൻ്റെ ഇഷ്ടങ്ങളൊന്നുമല്ല, അതൊക്കെ നിഷ്പ്രയോജനങ്ങളായിട്ട് ഞാൻ കാണുക. അതിലും വലുതെന്താണ്? ഈശോയോടുള്ള ഇഷ്ടമാണ്, അല്ലെ ഈശോയോടുള്ള സ്നേഹമാണ്. അപ്പോൾ നമ്മൾ നോക്കി നമുക്കിഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നത് പോലെ അയാളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ റെഡിയാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈശോ ആയത് അൾട്ടിമേറ്റ് സ്നേഹത്തിലേക്ക്, ഈശോയാകുന്ന അൾട്ടിമേറ്റ് സ്നേഹത്തിലേക്ക് അവരൊക്കെ നയിക്കപ്പെട്ടിരുന്നത് കൊണ്ട് അവർക്കാർക്കും നിയമങ്ങൾ ഭാരമായിട്ട് മാറിയില്ല. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധരൊക്കെ വളരെ ഈസി ആയിട്ട്, വെച്ചാൽ അവർക്ക് ഇഷ്ടമായിരുന്നു. കാരണം അവർക്കൊരു പാട് തോന്നിയില്ല. കാരണം നിയമം നമുക്ക് പ്രയാസം തോന്നുന്നത് അവിടെയാണല്ലോ, നമുക്ക് ഭാരം തോന്നുന്നത് നമുക്ക് ഇഷ്ടമില്ലാതെ വരുമ്പോഴാണ്. പക്ഷെ അവർക്കൊന്നും ഒരു ബേർഡൻ ഇല്ലാതെ അവർ ഈസി ആയിട്ട് അതിനെ അനുസരിച്ച് പോകുന്നു. ആൻറ്റി, എങ്ങനെയാണ് നാം ഈ നിയമങ്ങൾ അറിയുന്നത്? നമ്മൾ നിയമങ്ങളും കൽപ്പനകളും ഒക്കെ അറിയുന്നത് വചനത്തിലൂടെ നമ്മൾ നിയമങ്ങൾ അറിയാം അല്ലേ നമുക്ക്. കാരണം വചനം മുഴുവൻ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ലോസും ശരിക്കും പറഞ്ഞാൽ വചനത്തിലുണ്ട്. വചനത്തെപ്പറ്റി തന്നെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ വചനം, ഈശോയുടെ വചനം, ഈശോയുടെ വാക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പാദങ്ങൾക്ക് വിളക്കാണ്, നമ്മൾ പോകുന്ന വഴികളിലൊക്കെ അത് പ്രകാശവുമാണ്. അപ്പോൾ അതായത് നമുക്ക് അടുത്തുള്ള ചുറ്റുമുള്ള നമ്മുടെ കാഴ്ചകൾ കാണാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് ദൂരെ കാഴ്ചകളും കാണാൻ പറ്റും. അപ്പോൾ ആ വചനം നമ്മളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മൾ വചനം വായിക്കുകയാണെങ്കിൽ അത് ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കുകയും അല്ലെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ നിയമങ്ങൾ അതുവഴി അറിയാം, ശരിയായ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാം. പിന്നെ കൂദാശകൾ, സഭയുടെ പ്രബോധനങ്ങൾ, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വഴിയായിട്ട് നമ്മൾ സഭയുടെ നിയമങ്ങളല്ല, നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ പഠിച്ചു വരുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിവ് നമുക്ക് കിട്ടുന്നത് കാറ്റഗിസം ക്ലാസ്സിൽ വഴിയാണ്. ഇനി നമ്മൾ അതല്ലാതെ തന്നെ നമ്മുടെ സിവിൽ ലോസ് അല്ലേ, അത് ഒക്കെ നമ്മൾ അറിയാം. നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്നതിലൂടെയും അല്ലേ നമുക്ക് കുറച്ച് എന്താ പറയുക, റോഡ് നിയമങ്ങൾ എങ്ങനെ പാലിക്കാം, റോഡിൻ്റെ ഏത് വശത്തുകൂടിയാണ് നടക്കേണ്ടത്, നമ്മളിപ്പോഴും പാലിക്കാറുണ്ടോ, നമ്മളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തുമാത്രം പൊളൈറ്റായിട്ടാണ് നമ്മൾ ക്യൂ നിൽക്കുന്നത്, അതോ നമ്മൾ തിക്കി വേഗം ഫ്രണ്ടിൽ കയറാനുള്ള നമ്മളുടെ ആ ഒരു ബഹളം നമ്മൾ ചെയ്യാറുണ്ടോ? പിന്നെ അസംബ്ലിയുടെ സമയത്തൊക്കെ ടീച്ചർ വളരെ ലൈനായിട്ട് നിൽക്കണം എന്നൊക്കെ നമ്മളോട് പറയും, പക്ഷെ നമ്മൾ ആ ലൈൻ നിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ, അതോ അവിടെ നിന്ന് വർത്തമാനം പറയുകയാണോ, അതൊക്കെ അനുസരിക്കാറുണ്ടോ? ഇതൊക്കെ സ്കൂളിലെ ലോസാണ് അല്ലേ. നമ്മൾ സ്കൂളിലായിരിക്കുമ്പം, വീട്ടിലായിരിക്കുമ്പോഴും നമ്മൾ ചില റൂൾസ് നമ്മൾ പാലിക്കണം. റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിട്ടയായ ഒരു സംഭവത്തിനെ അല്ല, ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടല്ല, പക്ഷേ ചില അടുക്കും ചിട്ടയും നമ്മളുടെ കുടുംബത്തും നമ്മുടെ സ്കൂളിലും നമ്മുടെ ക്ലാസ്സിലായിരിക്കുമ്പം ചിലപ്പോൾ ടീച്ചർ പറയും പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറഞ്ഞ് പറയത്തില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സൈലൻസ് ആയിരിക്കുമോ അതോ ഇച്ചിരി കഴിയുമ്പോൾ നമ്മളങ്ങനെ അസ്വസ്ഥരാകാൻ തുടങ്ങുമോ? അപ്പോൾ ഇങ്ങനെ ചില റൂൾസ് നമ്മൾ പാലിക്കുന്നത് ആ സമൂഹത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അപ്പം സഭയുടെ നിയമങ്ങളും പൊതുവായ നിയമങ്ങളും പഠിക്കാനുള്ള അനേകം വേദികൾ നമുക്കുണ്ട്. പക്ഷേ നമ്മളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് മാത്രം. നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ അത് പാലിക്കേണ്ട കടമ ആർക്കാണ്? നമുക്ക് തന്നെ അല്ലേ? പിന്നെ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുമോ? ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിന് മുമ്പ് വചനോത്സവത്തെക്കുറിച്ച് പോയി പറയാം.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്നർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഓക്കെ, ഇനി സുഹൃത്ത് കൽപ്പനകൾ തന്ന ദൈവമേ അങ്ങേക്ക് നന്ദി. നല്ലൊരു ആക്ഷൻ സോങ് ആയിരുന്നു അല്ലേ? ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അതിനു മുമ്പ് വചനവും സുഹൃത്തും ഏറ്റു പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഓക്കെ, ഇനി സുഹൃത്തുജപം. കൽപ്പനകൾ തന്ന ദൈവമേ അങ്ങേക്ക് നന്ദി. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഫുൾട്ടൻ ജെ ഷീനിനെ കുറിച്ചാണ്. വാഴ്ത്തപ്പെട്ടവനായിട്ട് സഭ അംഗീകരിച്ചത് ഈ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. ഫുൾട്ടൻ ജെ ഷീൻ വളരെ ചെറുപ്പത്തിലേ തന്നെ നല്ല ദൈവഭക്തിയിലാണ് വളർന്നത്. 8 വയസ്സുള്ളപ്പോൾ കുർബാനയ്ക്ക് അൾത്താരപാലനായിരുന്നു. ഒരു ദിവസം ഒരു മെത്രാനാണ് അന്ന് കുർബാന ചൊല്ലിയത്. കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഷീൻ്റെ കയ്യിൽ നിന്ന് വീഞ്ഞിൻ്റെ കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയി. ആളാകെ വിഷമിച്ച് കുർബാന കഴിഞ്ഞപ്പോൾ വിറക്കാൻ തുടങ്ങി. എന്തായിരിക്കും ഇനി മെത്രാൻ പറയാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മെത്രാൻ വിളിക്കുന്നു എന്ന് ഒരാൾ വന്ന് പറഞ്ഞു. വിറച്ച് വീഴുമെന്നുള്ള നിലയിലാണ് മെത്രാൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മെത്രാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ്, മോനെ, നീ എന്നെപ്പോലെ തന്നെ ഒരു നാളിലാവും. നീ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം ഒരു വൈദികനാകാൻ. അതുപോലെ തന്നെ അമ്മയോട് പറയണം എന്നെ ഒരു വൈദികനാക്കാൻ പഠിപ്പിക്കണമെന്ന്. അങ്ങനെ അന്ന് മുതൽ പ്രാർത്ഥനയും അമ്മയുടെ പരിശ്രമം എല്ലാം കൊണ്ട് 21 വയസ്സായപ്പോൾ ഒരു വൈദികനായിക്കഴിഞ്ഞ് ആ ദിവസം പട്ടക്കുർബാന ചൊല്ലണ സമയത്ത് മനസ്സിലിങ്ങനെ 2 തീരുമാനങ്ങളെടുത്ത്. ഒന്നെന്താണെന്നോ, പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായിട്ട് എല്ലാ ശനിയാഴ്ചയും കുർബാന അർപ്പിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും.
ഈ 2 തീരുമാനങ്ങളും മരണം വരെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ ഫുൾട്ടൻ ജെ ഷീൻ്റെ അമ്മ നല്ല മാതൃഭക്തയായിരുന്നു. ഇവൻ്റെ ജ്ഞാനസ്നാന ദിവസം കുഞ്ഞിനെ മാതാവിൻ്റെ ഓൾട്ടറിൽ അതിൻ്റെ താഴെ കിടത്തിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്കിവനെ വളർത്താനൊന്നുമുള്ള ശേഷിയില്ല, അമ്മ ഇവനെ ഏറ്റെടുത്തേക്കണം, ഇവനെ ഏത് കാര്യത്തിലും സഹായിക്കാൻ അമ്മ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് സമർപ്പിച്ചായിരുന്നു. അത് ഈ ഫുൾട്ടൻ ജെ ഷീൻ്റെ ജീവിതത്തിൽ വലിയൊരു കാര്യമായിരുന്നു. എന്നും മാതാവിൻ്റെ സഹായം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷീ. അതുപോലെ തന്നെ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നൊരു കന്യാസ്ത്രീ ഷീനോട് മാത്രമല്ല ആ ക്ലാസ്സിലുള്ള എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഈശോ മറിയം യൗസേപ്പ് എന്നുള്ള ആ ഷോർട്ട് ഫോം JMJ എന്നുള്ള ആ അക്ഷരങ്ങൾ എല്ലാറ്റിലും ആദ്യം കുറിച്ചിടണമെന്ന്. ഷീൻ മാത്രം എന്നും തൻ്റെ പ്രസംഗത്തിലും TV പരിപാടിയിലും അതുപോലെ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലും എല്ലാം ആദ്യം കാണുന്നത് JMJ എന്നുള്ളതാണ്, ഈശോ മറിയം യൗസേപ്പ്. ഇങ്ങനെ ഭക്തകൃത്യങ്ങളിൽ വളരെ തീക്ഷ്ണതയുള്ള ആളായിരുന്നു. തന്നെയല്ല, പ്രസംഗിക്കാൻ നല്ല കഴിവായിരുന്നു. മിക്കവാറും അച്ഛന്മാരൊക്കെ ഫുൾട്ടൻ ജെ ഷീൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരുപാട് പ്രാഗൽഭ്യം, ഈ പ്രസംഗത്തിൽ നല്ല പ്രാഗൽഭ്യമുള്ള ആളായിരുന്നെന്ന്. പിന്നീട് കൂടുതൽ പഠിക്കാനായിട്ട് കൊണ്ടുപോയി വേറൊരു കോളേജിൽ പോയി ചേർന്ന് അങ്ങനെ ഒത്തിരി പഠിച്ചായിരുന്നു. അങ്ങനെ പിന്നെ മെത്രാനായി കഴിഞ്ഞപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യമില്ല, കൂടുതൽ പ്രസംഗിക്കാനും എല്ലാം ഒത്തിരി സമയം കിട്ടുമായിരുന്നു. ഒരു ദിവസം ഈ മെത്രാൻ വൈകുന്നേരമായപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരു വളരെ മോശം വസ്ത്രം ധരിച്ചുകൊണ്ട്, അതായത് കീറി പഴകിയ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് തോളിലൊരു സഞ്ചിയും തൂക്കി, അത് ഷൂ പോളിഷ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഈ ഹോട്ടലിലോട്ട് കയറി വന്നു. വെയിറ്റർ ആ ചെക്കനെ പറഞ്ഞ് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം അവിടെ വെച്ചിട്ട് ഷീൻ മെത്രാൻ ഓടിച്ചെന്ന് ഈ ചെക്കൻ്റെ പുറകെ ഓടിച്ചെന്ന്. എന്നിട്ട് ചോദിച്ച്, നീ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ്, ഞാനൊരു കത്തോലിക്കനാണ്. എന്നിട്ട് നീ എന്തുകൊണ്ട് ഒരു കത്തോലിക്ക സ്കൂളിൽ ചേർന്ന് പഠിച്ചില്ല? അപ്പോൾ പറഞ്ഞ്, എന്നെ സ്കൂളിൽ ചേർന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾക്ക് എന്നെ ഡിസ്മിസ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, ഞാൻ കൊണ്ടുപോയി ചേർക്കാം, നീ ഒരു കത്തോലിക്ക സ്കൂളിൽ ചേർന്ന് പഠിക്കണം, നീ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അപ്പം തന്നെ ഈ ചെക്കനുമായിട്ട് പോയി. അവിടെ ചെന്ന് വികാരിയച്ഛനെയും കണ്ട്, അവിടുത്തെ മദറിനെ കണ്ട്, ഹെഡ് മിസ്ട്രസിനെ കണ്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇവനെ പറഞ്ഞു വിട്ടത് ശരിയായില്ല. ഏതായാലും ഇതുപോലെ 2-3 ആളുകൾ മോശമായ ജീവിതം നയിക്കാൻ ഇടയായത് കത്തോലിക്ക സ്കൂളിൽ വെച്ച് തന്നെ. അതായത് സ്റ്റാലിൻ, മുസോളിനി, ഹിറ്റ്ലർ, ഇവരൊക്കെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെട്ട ആളുകളാണ്. പക്ഷേ അവരെ കുറച്ചുകൂടി ക്ഷമയോടെ അവരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം നയിക്കാമായിരുന്നു. ഇത് ദൈവത്തെ ഉപേക്ഷിച്ചുള്ള ജീവിതമല്ലായിരുന്നു അവരുടെയൊക്കെ. ഇത് പറഞ്ഞ് ഈ മകനെ നിങ്ങൾ ക്ഷമയോടുകൂടി അവനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അവരങ്ങനെ പഠിപ്പിച്ച് അവൻ വലുതായി കഴിഞ്ഞപ്പോൾ ഒരു മിഷനറി ആയിട്ട് മാറി. ഒരുപാട് ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വലിയൊരു മിഷനറി ആയിട്ട് മാറി.
അപ്പോൾ ഇങ്ങനെ ഷീൻ മെത്രാൻ പലരെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനും നല്ല പ്രസംഗങ്ങൾ വഴി ഒരുപാട് മാനസാന്തരം ഉണ്ടാകാനും ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പഠിക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കാനും ഒക്കെ തൻ്റെ പ്രസംഗങ്ങൾ ഒത്തിരി വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട്. ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാനസാന്തരപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടേയിരുന്നു. ഇപ്പം അതുപോലെ തന്നെ ഷീൻ മെത്രാൻ്റെ പ്രസംഗം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ടി വിയും തുറന്ന് വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നത് കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് മാനസാന്തരങ്ങൾ ഉണ്ടാകുമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഒരുപാട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടുവന്നിരുന്നു. മാർക്കസ് ഒന്നിങ്ങ് വന്നേടാ. ഈ അമ്മ നമ്മുടെ വീടുകളിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് അല്ലേ? നമ്മളുടെ മാതാപിതാക്കളെ നമ്മുടെ സംസ്കാരത്തിൽ ആരാണെന്നാണ് പറയണത്? കാണപ്പെട്ട ദൈവം എന്ന്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ വിളി കേൾക്കുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മളുടെ മാതാപിതാക്കളെയും നമ്മൾ ദൈവത്തിൻ്റെ വിളി എങ്ങനെ കേൾക്കുമോ അതേപോലെ തന്നെ കേൾക്കണം. ഓക്കെ, കുറച്ച് ബഹുമാനത്തോടെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. വലിയൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്നും കൂടെ വചനത്തെക്കുറിച്ച് പോയിട്ട് പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്നർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഇനി സുഗതജപം. കൽപ്പനകൾ തന്ന ദൈവമേ അങ്ങേക്ക് നന്ദി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.